സർവീസിലിരിക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിച്ച് തന്നെ ശ്രദ്ധ നേടിയ മലയാളിയായ മുൻ IAS ഓഫീസർ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം 24-നൊപ്പം ചേരുന്നു. അങ്ങ് സർവീസിലിരിക്കെ തന്നെ സർക്കാരിന്റെ നിരവധി നയങ്ങളെ വിമർശിച്ചിരുന്നു. അതിലൂടെ ഏറെ ശ്രദ്ധേയനായിരുന്നു. ഒടുവിലാണ് ജമ്മു കശ്മീരിലെ അനുച്ഛേദം 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് രാജി പ്രഖ്യാപിക്കുന്നത്. ഒടുവിൽ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു വഴി, അല്ലെങ്കിൽ കോൺഗ്രസ് തിരഞ്ഞെടുക്കാൻ കാരണമെന്നത്? രാജിവെച്ചത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്തെ ഒരു ശരിയായ ദിശയിലോട്ടല്ല കൊണ്ടുപോകുന്നത്. രാജ്യത്തെ ജനങ്ങളെ വളരെ തിരിച്ചൊരു പ്രജയിലോട്ട് മാറ്റുകയും അല്ലെങ്കിൽ പൗരന്മാരുടെ ശ്രേണികളിലായിട്ട് വേർതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലുള്ള പിന്നെ ഒരു ബുള്ളിയിസമാണ്. അതായത് നിങ്ങൾ ആരാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ, ഞങ്ങൾ തരുന്നത് മേടിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക, അതിൽ കൂടുതൽ ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അതിനെതിരെ ശബ്ദിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു. 6 വർഷമായി രാജിക്കത്ത് കൊടുത്തതിന് ശേഷവും ഇതുവരെയും സർക്കാർ രാജി അംഗീകരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഇത് ഒരു അച്ചടക്ക വിരുദ്ധ നടപടിയാണ്. അല്ല, രാജി അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവര് അടുത്ത 30 വർഷം അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് 6 വർഷമായിട്ട് അവര് പ്രോസസ് ചെയ്യുന്നില്ല. അതിന് എന്താ ചെയ്യാൻ പറ്റുക? കഴിഞ്ഞ 5 വർഷമായി അങ്ങ് രാജിവെച്ചത് ആ ഘട്ടം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 5 വർഷമായി എവിടെയായിരുന്നു അങ്ങ്? എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു? 5 അല്ല, ഒരു 2-3 വർഷമായിട്ട് തീർച്ചയായിട്ടും ഞാനൊരു ലിസണിംഗ് മോഡിലായിരുന്നു. ലിസണിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക, സംസാരിക്കുക, പിന്നെ സ്വന്തമായിട്ട് കുറച്ച് ജോലി എടുക്കുക. അതായത് കുറച്ച് കൺസൾട്ടിംഗ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ടെക് സ്റ്റാർട്ടപ്പ് ചെയ്തു. അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ലൈഫിലായിരുന്നു. അതിനോടൊപ്പം തന്നെ യാത്ര ചെയ്യാൻ, മനസ്സിലാക്കുക എന്താണ് ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ജേർണിയിലായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ട്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരികയാണ് 1 വർഷത്തിനകത്ത്. അവിടെ പാർട്ടി നിയോഗിച്ചാൽ മത്സരിക്കാൻ തയ്യാറാവും? ഇല്ല, അത് വളരെ ഞാൻ പറഞ്ഞില്ല, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ചെയ്താൽ അത് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണോ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുക അവിടെ സ്ട്രെങ്തൻ ചെയ്യാൻ. അതിന്റെ റോള് അതിപ്പം മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. നമ്മൾ പലപ്പോഴും ഒരു സംഘടനാ പ്രവർത്തനത്തിനൊക്കെ സൈഡിലോട്ട് മാറ്റി ഒരു ഇലക്ഷൻ മത്സരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പാർട്ടിയിൽ ചേരുന്നതിന്റെ ഉദ്ദേശം എന്നുള്ളതിൽ അത് വളരെ ഒരു റെസ്ട്രിക്റ്റഡ് വ്യൂ ആണ്. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും തന്റെ പ്രവർത്തന മേഖല എവിടെയെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നാണ് കണ്ണൻ ഗോപിനാഥൻ വ്യക്തമാക്കുന്നത്. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.